നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കും, തണ്ട് നമ്മൾ തോരൻ വയ്ക്കും, പിന്നെ അതിൻ്റെ ഇല നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്തൊന്നും വേസ്റ്റ് ആക്കാനില്ലേ. ഹലോ, വെൽക്കം ബാക്ക്. ഈ ചേമ്പിൻ്റെ ഒന്നും നമ്മൾ വെറുതെ കളയില്ല. നമ്മുടെ ചേമ്പെല്ലാം നല്ല വലുതായി. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് പറിച്ചു നോക്കാം. പൊട്ടിപ്പോവോ, അതുകൊണ്ട് ഒന്ന് തൂമ്പ വെച്ചൊന്ന് ഇളക്കിയിട്ട് പറിക്കാം. ഇതേ നമ്മുടെ ചേമ്പ് ഞാൻ വലിച്ചു പറിച്ചു. നല്ലപോലെ വിത്തുണ്ട്. ഈ എടുത്ത ചേമ്പിൻ്റെ ഒന്നും നമ്മൾ വെറുതെ കളയില്ല. ഇത് നമുക്ക് സാമ്പാർ ചേമ്പ് കാകളല്ല. പിന്നെ ഇതിൻ്റെ ഇലയെല്ലാം നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് തീറ്റയുടെ കൂടെ അരിഞ്ഞു കൊടുക്കും. ഇതിൻ്റെ തണ്ട് നമ്മൾ തോരനായിട്ട് വയ്ക്കും, താള് തോരൻ. സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കും. നല്ലപോലെ അങ്ങ് ചുരുട്ടിയിട്ട് ഇതിന് പലതായിട്ടങ്ങ് വരയും. ഇനി മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് തന്നെ വരും. കോഴികൾക്കിത് വലിയ ഇഷ്ടമാണ്. തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ കൂട്ടിൽ അടച്ചിട്ട് വരുത്തുന്ന കോഴികൾക്ക്, പൊതുവുണ്ട് ഇവിടെ എല്ലാവേ, കോഴികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത്. നമ്മളിവിടെ ഉണ്ടാകുന്ന പച്ചിലകൾ മാക്സിമം എടുത്ത് അരിഞ്ഞ് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കും. ഇത് തന്നെ കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കത്തുമില്ല കേട്ടോ. ഞാൻ ഈ കോഴിക്കൂടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടാണ് ഈ കരച്ചിൽ മുഴുവനും. നമുക്ക് തോരനെടുക്കാൻ. അപ്പോൾ ആദ്യം ഇതിനെ മുറിക്കുക, എന്നിട്ട് ഇതെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. പറമ്പിൽ നിന്ന് സാധനമാണ്, ഫ്രഷായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. എന്നാൽ പോലും ഇതിനകത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങൊക്കെ തുറന്ന് നമ്മൾ ക്ലീൻ ചെയ്യണം. അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത താളാണ് നമ്മുടെ മുന്നേ ഇരിക്കുന്നത്. ഇതിനെ ഇനി മുറിക്കണം. ഇങ്ങനെ ഈ താള് തോരൻ വയ്ക്കുന്ന റൗണ്ടായിട്ടല്ല, നീളത്തിലാണ്. മുറിച്ചെടുത്തിട്ട് നമ്മൾ വരഞ്ഞെടുക്കും. എന്നിട്ട് നീളത്തിലാണ് താള് തോരൻ വയ്ക്കുന്നത്. ഇതിനകത്ത് അതിൻ്റെ ചെറിയ ഗ്രീൻ ലീവ്സ് ഉണ്ട്, നല്ല ചുരുണ്ടിരിക്കുന്നത്. ഇത് നല്ല സാധനമാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓർഗാനിക്കുമാണ്. ഇതിൽ കൂടുതൽ നല്ലൊരു സാധനം നമുക്ക് എവിടെ കിട്ടാനാ? ഈ അരിഞ്ഞെടുത്ത സാധനം നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിനെ ഉപ്പിൽ തിരുമ്മി ഒരു 5 മിനിറ്റ്സോളം വെക്കും. എന്നിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഉപ്പ് തിരുമ്മി വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്തു നിന്നുള്ള ആ വെള്ളം എല്ലാം ഇറങ്ങും. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒഴിക്കുകയേ വേണ്ട. കാരണം ഈ തണ്ടിനകത്ത് നിറച്ച് വെള്ളമാണ്. ഇത് വെന്ത് കഴിയുമ്പോഴേക്ക് ഷ്രിങ്ക് ചെയ്ത് തീരെ കുഞ്ഞാകും. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് തോരൻ വയ്ക്കുന്നതിന്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അള്ളിപ്പുളാന്നായി പോകും. ഇത് തന്നെ വെള്ളം കണ്ടൻ്റാണ്. ഈ സ്റ്റമ്മിനകത്ത് മുഴുവനും നിറച്ച് വെള്ളം സ്റ്റോറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തു. ഇതാണ് ഇനി ഉപ്പ് തിരുമ്മി വയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഈ ഒരു തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാം ഓർഗാനിക് അല്ലേ. ഈ സ്റ്റൗ കത്തിക്കുമ്പോൾ 1-2 കാര്യം ശ്രദ്ധിക്കണം. ആദ്യം പാത്രം വയ്ക്കണം, എന്നിട്ട് സ്റ്റൗ കത്തിക്കാവുള്ളൂ. ഗ്യാസ് ലൈറ്റർ വെച്ച് ഈ സ്റ്റൗ കത്തിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ മാച്ച് ബോക്സ് അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റർ. ഇതേതാണേലും നമ്മൾ ആദ്യമേ നോബ് ഓണാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേക്കും തീ സ്പ്രെഡായി വരും. അതുകൊണ്ട് എപ്പോഴും സേഫ് പാത്രം വെച്ചതിന് ശേഷം തീ കത്തിക്കുക എന്നുള്ളത് തന്നെ. സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്.
പിന്നെ അഡീഷണൽ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. ഏതാണ്ട് 1/4 വേവായി കഴിയുമ്പോൾ ആ മുട്ട അങ്ങ് ഒഴിക്കുക. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റുക. നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു.